പിണറായി വിജയൻ സർക്കാർ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു വന്യജീവി ആക്രമണം എന്നത്. എന്തായാലും 2025 കേരള വന ഭേദഗതി ബില്ലും വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ലും നിയമസഭയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അക്രമകാരികളായ മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരം നൽകുന്ന വന്യജീവി ഭേദഗതി ബില്ലാണ് സഭയിൽ അവതരിപ്പിച്ചത്. പലതവണ നേരിട്ടും കത്തുമുഖാന്തരം കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പ്രായോഗികമായ നിലപാട് തുടരട്ടെ എന്ന നിലപാടാണ് സ്വീകരിച്ചത്. എങ്ങനെ കർഷകരെ സഹായിക്കാം എന്ന തീരുമാനത്തിലാണ് ബില്ലിലേക്ക് എത്തിച്ചേർന്നതെന്നാണ് വനമന്ത്രി AK ശശീന്ദ്രൻ പറയുന്നത്. വനം മന്ത്രി അവതരിപ്പിച്ച ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ്. 1972 വ്യവസ്ഥ പ്രകാരം അക്രമകാരികളായ ജീവികളെ കൊല്ലുന്നതിന് കടുത്ത വ്യവസ്ഥയാണ് ഉള്ളത്. ഈ വ്യവസ്ഥയ്ക്ക് ഇളവ് നൽകിക്കൊണ്ടുള്ള നിയമ ഭേദഗതിക്കാണ് ഇപ്പോൾ അംഗീകാരം തേടിയിരിക്കുന്നത്. മനുഷ്യന് ഒരു ജീവി അപകടം വരുത്തുന്നുവെന്ന വിവരം ജില്ലാ കളക്ടറോ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരോ CCFനെ അറിയിക്കണം. ഇത് പരിശോധിച്ച് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് മൃഗത്തെ വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവ് ഇറക്കാൻ സാധിക്കുന്നു. ഇത്തരത്തിൽ വന്യജീവി പ്രശ്നം നേരിടുന്ന മലയോര മേഖലകളിൽ ജനങ്ങൾക്ക് സഹായകമാകും. സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം 300ഓളം പഞ്ചായത്തുകൾ വന്യജീവി ബാധിതമാണ്. ഇതിൽ 30 പഞ്ചായത്തുകളാണ് തീവ്ര ഹോട്ട്സ്പോട്ടുകളായി കണക്കാക്കുന്നത്. ബില്ലിലെ പ്രധാനപ്പെട്ട ആവശ്യം കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാനുള്ള ഭേദഗതിയാണ്. ഇത് പ്രാവർത്തികമായാൽ മറ്റ് നടപടിക്രമങ്ങളൊന്നുമില്ലാതെ കാട്ടുപന്നികളെ വെടിവെക്കാനും അതിനെ ഭക്ഷിക്കാനും സാധിക്കും. 2015 മുതൽ ഏതാണ്ട് 1000-ലധികം പേർക്കാണ് വന്യജീവികൾ നിമിത്തം ജീവൻ നഷ്ടമായിരിക്കുന്നത്. പട്ടിക 2-ൽ പറയുന്ന മൃഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചാൽ കേന്ദ്ര അനുമതിയില്ലാതെ ജനന നിയന്ത്രണം, നാടുകടത്തൽ എന്നിവയ്ക്കും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. സ്വകാര്യ ഭൂമിയിലെ ചന്ദനം മുറിക്കാൻ അനുവാദം നൽകുന്ന വനം നിയമ ഭേദഗതി ബില്ലും ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു. ഇത് പ്രകാരം വനം വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ചന്ദനമരം മുറിക്കാമെന്നാണ് വ്യവസ്ഥ. വന്യജീവികൾ നിമിത്തമുണ്ടായ കൃഷിനാശവും മരണവും ജനങ്ങൾക്ക് സർക്കാരിനോടുള്ള വെറുപ്പ് ഇരട്ടിയ സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെയുള്ള തിരക്കിട്ട ബില്ല് അവതരണം കേന്ദ്രത്തിന്റെ കരുണ കൂടി ലഭിച്ചെങ്കിലേ പാസ്സാകൂ എന്നതും സംസ്ഥാന സർക്കാരിന് വെല്ലുവിളി ഉയർത്തുകയാണ്.